ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ സി അജോയെ ക്ഷണിക്കുന്നു. മേളയ്ക്ക് 3 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രത്തിൽ കേരളത്തിൻ്റെ അഭിമാനമായ IFFK ഒരു കാൽവയ്പ് നടത്തുകയാണ്. 1900 വളർന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയായി IFFK ചരിത്രത്തിൽ പ്രയാണം ആരംഭിച്ച ഈ യാത്ര തിരുവനന്തപുരം എന്ന ചലച്ചിത്രോത്സവ നഗരിയിൽ നങ്കൂരമിടുമ്പോൾ ജനാധിപത്യപരമായ സമീപനത്തോടെ എല്ലാവരുടെയും പങ്കാളിത്തം കൊണ്ട് നാം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. 30ാമത് മേളയുടെ ഡെലിഗേറ്റ് മീറ്റിംഗിന്റെ വിതരണോദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ മേളകളിൽ നമ്മെ സ്പർശിച്ച് കടന്നുപോയ സുവർണ ചകോരം നേടിയ ചലച്ചിത്രങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിന്റെ അതിഥി മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ പകരുന്ന അഭിനേത്രി. കഴിഞ്ഞ 2024 സംസ്ഥാന പുരസ്കാര വിധി നിർണയ സമിതി മികച്ച സ്വഭാവ നടിയായി തെരഞ്ഞെടുത്തു ലിജോ മോൾ ജോസ് ഈ വേദിയിൽ ആദ്യ ഡെലിഗേറ്റാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിമാനത്തോടെ ലിജോ മോൾ ജോസിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ, നമ്മുടെ മേളയുടെ ഏറ്റവും മികച്ച ഒരു ഘടകമായി ഫിലിം മാർക്കറ്റിനെ അവതരിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളുടെ പാക്കേജുകളുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ പിന്തിരിഞ്ഞൊടിച്ച ഒരു രാജ്യത്തിൻ്റെ കാമ്പും കരുത്തും പറയുന്ന വിയറ്റ്നാമിൻ്റെ ചലച്ചിത്രങ്ങളുണ്ട്. ലോകത്തിലെ പ്രതിഭരായ ചലച്ചിത്ര പ്രവർത്തകരെ തിരുവനന്തപുരത്തെ ഈ ചലച്ചിത്രോത്സവ നഗരിയിൽ എത്തിച്ചു. ഈ മേള ചരിത്രത്തിൽ ഇടം നേടും എന്നത് ഒരു സംശയമില്ല. നിങ്ങളുടെ എല്ലാം നിസ്സീമമായ പിന്തുണയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ശ്രീ ബി രാകേഷ് അവരുടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനറൽ കൗൺസിൽ അംഗവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിനേതാവുമായ സുധീർ കരണ് വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനായ ശ്രീ GS വിജയൻ അവരുടെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒട്ടനവധി മലയാള സിനിമയുടെ ഫിലിം ഫെറ്റേണിറ്റിയുടെ ഭാഗമായി സംഘാടക സമിതി അംഗങ്ങൾ, സാംസ്കാരിക വകുപ്പിൻ്റെയും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ